വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് കുറച്ചധികം കാലത്തിന് ശേഷം ഞാൻ വീഡിയോ എടുക്കാൻ വന്നിരിക്കുകയാണ്. ശബ്ദത്തിന് കുറച്ച് കുറവുണ്ടായിരിക്കും, കാരണം എനിക്ക് വയ്യ, ജലദോഷമാണ്, പനിയാണ്, അപ്പം നോമ്പൊന്നും പിടിക്കത്തില്ല. സോ അതുകൊണ്ട് തന്നെ കുറച്ച് താമസിച്ചാണ് ഞാൻ ഒരൊറ്റ പാരഗ്രാഫ് പഠിപ്പിക്കുന്നുള്ളൂ. ഈ സ്ട്രെയിൻ എടുക്കാൻ വയ്യ, അതുകൊണ്ടാണ്. ഓക്കെ, നോക്കാം. It was Kuttetan who wrote Unnikutan's name on the frame of the slate. അതായത് സ്ലേറ്റിൽ ഉണ്ണിക്കുട്ടൻ്റെ പേര് എഴുതിയത് കുട്ടേട്ടനായിരുന്നു. ഉണ്ണിക്കുട്ടൻ did not think much of Kuttetan's handwriting. കുട്ടേട്ടൻ്റെ ഹാൻഡ് റൈറ്റിങ്ങിനെ പറ്റിയൊന്നും ഉണ്ണിക്കുട്ടൻ ചിന്തിച്ചില്ല. നെക്സ്റ്റ് ആയിട്ട്, when Kuttetan wrote an it looked like somebody with a long craning neck. അതായത് ഊ മീൻസ് ഈ ഉണ്ണിക്കുട്ടൻ്റെ ഊ എഴുതുമല്ലോ നമ്മൾ മലയാളത്തിൽ, ഈ ഊ ഇല്ലേ, ഈ ഊ, അത് ഈ കഥയിൽ ഇങ്ങനെയാണ് തന്നേക്കുന്നത് കേട്ടോ, ഊ എന്നുള്ളത്. അപ്പം ആ ഊ എഴുതിയത് എങ്ങനെ ലുക്ക് ചെയ്തു എന്നാണ് പറയുന്നത്, ഒരു കൊക്കിൻ്റെ കഴുത്ത് പോലെ എന്നാണ് ഇവിടെ പറയുന്നത്. It was Kuttetan who put a cover to the Malayalam reader, the sheet of brown paper in which the salesman at the textile shop in the market had wrapped Amma's mundu and veshti came handy. അതായത് അമ്മയുടെ ഡ്രസ്സ് പൊതിഞ്ഞ് തന്ന, ടെക്സ്റ്റൈൽസിൽ നിന്ന് എടുത്ത് അമ്മയുടെ ഡ്രസ്സ് പൊതിഞ്ഞ് തന്ന ബ്രൗൺ പേപ്പർ ഇട്ടായിരുന്നു കുട്ടേട്ടൻ എന്ത് ചെയ്തത്, മലയാളം റീഡർ ടെക്സ്റ്റ് പൊതിഞ്ഞു കൊടുത്തത്. ഉണ്ണിക്കുട്ടൻ ഓപ്പൺഡ് ദ മലയാളം റീഡർ, ദ പീകോക്ക് ഫെദർ ആൻഡ് ദ പീസ് ഓഫ് സിൽവർ പേപ്പർ ഹി ഹാഡ് കളക്റ്റഡ് ലേ സേഫ്ലി ബിറ്റ്വീൻ ദ പേജസ്. അതായത് ഉണ്ണിക്കുട്ടൻ അങ്ങനെ ബുക്ക് തുറന്നപ്പോൾ അവൻ കളക്ട് ചെയ്ത് വെച്ച മയിൽപ്പീലിയും അതുപോലെ തന്നെ ഒരു പീസ് ഓഫ് സിൽവർ പേപ്പറും ഒക്കെ അതിൻ്റെ അകത്ത് സേഫായിട്ട് ഉണ്ടായിരുന്നു ആ പേജിൻ്റെ ഇടയിൽ. ഉണ്ണിക്കുട്ടൻ ലുക്ക്ഡ് അറ്റ് ഹിസ് നെയിം റിട്ടൺ ഓൺ ദ സ്ലേറ്റ് ആൻഡ് സ്കൗൾഡഡ് എ ലിറ്റിൽ. സ്കൗൾഡഡ് മീൻസ് മുഖം ചുളിച്ച് നോക്കി. ഇങ്ങനെ ഉണ്ണിക്കുട്ടൻ സ്ലേറ്റിൽ എഴുതിയ പേര് നോക്കിയിട്ട് ഇത്തിരി ഒന്ന് മുഖം ചുളിച്ചു. നോട്ട് ഗുഡ്, ദ നെയിം ഷുഡ് ബി ഹാവ് എന്താണ്, അതത്ര നല്ല അതൊന്നും ആയിരുന്നില്ല. ദ നെയിം ഷുഡ് ഹാവ് ബീൻ റിട്ടൺ ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷിലായിരുന്നു പേര് എഴുതേണ്ടത്. കുട്ടേട്ടൻ ഹാഡ് റിട്ടൺ ഓൺലി ദ ഇനിഷ്യൽസ് ഓഫ് ദ നെയിം PC ഇൻ ഇംഗ്ലീഷ്. എന്താണ്, കുട്ടേട്ടൻ ആകെ ഇനിഷ്യൽ ആയിട്ടുള്ള PC എന്നത് മാത്രമേ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. നോക്കാം. കുട്ടേട്ടൻ took a small piece of slate pencil from the pocket of his trousers and extended it to ഉണ്ണിക്കുട്ടൻ. അങ്ങനെ കുട്ടേട്ടൻ അവൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു സ്ലേറ്റ് പെൻസിൽ എടുത്ത് ഉണ്ണിക്കുട്ടനെ നേരെ നീട്ടി. എന്നിട്ട് എന്താ, ഉണ്ണിക്കുട്ടൻ സ്കൗൾഡഡ് അഗൈൻ. ഉണ്ണിക്കുട്ടൻ പിന്നും മുഖം ചുളിച്ചു. ജസ്റ്റ് എ പീസ് ഓൺ ദ ഫസ്റ്റ് ഡേ ടു സ്കൂൾ. ഒരൊറ്റ പീസേ ഉള്ളൂ ഫസ്റ്റ് ഡേ സ്കൂളിൽ, ആദ്യത്തെ ദിവസം സ്കൂളിൽ പോവാൻ. അടുത്തത്, ഐ വാണ്ട് എ ഫുൾ വൺ, ഉണ്ണിക്കുട്ടൻ ഷൗട്ടഡ്. അപ്പം എനിക്ക് ഒരു ഫുള്ള്, അതായത് എനിക്കൊരു വലുത് വേണം എന്നിങ്ങനെ പറയാണ് ഉണ്ണിക്കുട്ടൻ. ഇങ്ങനെ ദേഷ്യപ്പെട്ട് എനിക്ക് വലുത് തന്നെ വേണം എന്നിങ്ങനെ പറയാണ് കേട്ടോ. വെൽ, ഇഫ് യു ഡോണ്ട് വാണ്ട് ഇറ്റ്, കുട്ടേട്ടൻ flung the piece of pencil to the floor and stamped on it. Stamped means ചവിട്ടുക. ഓക്കെ, അതായത് ശരി, നിനക്കിത് വേണ്ടെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞിട്ട് തറയിലോട്ട് എറിഞ്ഞിട്ട് അത് ചവിട്ടി. ഉണ്ണിക്കുട്ടൻ ലുക്ക്ഡ് അറ്റ് ഹിം ഫ്യൂരിയസ്ലി. അതായത് ഇങ്ങനെ ഇങ്ങനെ അന്നം വിട്ടതുപോലെ ഇങ്ങനെ നോക്കി അവനെ, അന്നം വിട്ട് ദേഷ്യത്തോടെ അവൻ ഇങ്ങനെ നോക്കി. കുട്ടേട്ടൻ വാസ് നോട്ട് ദ സെയിം ആഫ്റ്റർ ഹി പാസ്ഡ് ഇൻ ടു ദ 4th സ്റ്റാൻഡേർഡ്. എന്താണ്, കുട്ടേട്ടൻ ഒരിക്കലും എന്താണ് സെയിം അല്ലായിരുന്നു. അവൻ ഇങ്ങനെ 4ാം ക്ലാസ്സിലായതിനെ പിന്നെ അവൻ്റെ സ്വഭാവങ്ങളിൽ ഒരുപാട് മാറ്റം വന്നു. അതാണ് ഇവിടെ പറയുന്നത്. ഹി വാസ് ടു പ്രൗഡ് ആൻഡ് റൂഡ്. അതായത് അവൻ ഭയങ്കരമായിട്ട് പ്രൗഡും, അതായത് ഭയങ്കര അഭിമാനവും, ഭയങ്കരമായിട്ട് റൂഡും. അതായത് കുട്ടേട്ടൻ
നാലിലായതിൻ്റെ ആ ഒരു ഒരു ഗാംഭീര്യതത്വം അങ്ങനെയൊക്കെ പറഞ്ഞു. ബിക്കോസ് he was showing off because he had been made the class monitor. അതായത് ക്ലാസ് ലീഡർ ആയിരുന്നു അവൻ. അതിൻ്റെ ഒരു ഷോ ഒക്കെ ഉണ്ടായിരുന്നു അവന്. അത്രേ ഉള്ളൂ. അടുത്ത ഈ ഒരു പേജിൻ്റെ ലാസ്റ്റ് പാരഗ്രാഫാണ്. അതുകൂടെ പഠിച്ചിട്ട് നിർത്താൻ ഈ വയ്യ. I want a full slate pencil. ഉണ്ണിക്കുട്ടൻ whimpered means ഇങ്ങനെ എനിക്കൊരു ഫുൾ സ്ലേറ്റ് പെൻസിൽ വേണം ഇങ്ങനെ പറയത്തില്ലേ. നമ്മളാണെങ്കിലും പറയാം, നമ്മളെ ചേട്ടന്മാരും താത്തമാരും ഒക്കെ വഴക്ക് പറയുമ്പോൾ അമ്മ ഇങ്ങനെ പറയത്തില്ലേ, ഈ പെണ്ണിനെ കൂടെ തോറ്റ് എനിക്ക് ഫുൾ പെൻസിൽ കിട്ടിയിട്ട് ഞാൻ സ്കൂളിൽ പോകും, ഇങ്ങനെ പറയത്തില്ലേ. അതാണ് കേട്ടോ ഇവിടെ ഉദ്ദേശിക്കുന്നത്. നോക്കാം, എനിക്കൊരു ഫുൾ സ്ലേറ്റ് പെൻസിൽ തന്നെ വേണം. അച്ഛൻ who came out into the veranda fished out a pencil from the ledge over the door and gave it to ഉണ്ണിക്കുട്ടൻ. എന്താണ്, അങ്ങനെ അച്ഛൻ ഇറങ്ങി വന്നിട്ട് ഉണ്ണിക്കുട്ടന് ഒരു ഫുൾ പെൻസിൽ എടുത്ത് കൊടുത്തു. But there was something else that ഉണ്ണിക്കുട്ടൻ wanted. He pointed to the ledge under the roof and said, my sandals. എന്താണ്, പക്ഷെ ഉണ്ണിക്കുട്ടന് ഒന്നും കൂടെ വേണമായിരുന്നു. എന്താണ്, ലെഡ്ജ് അണ്ടർ ദ റൂഫ് ആൻഡ് സെഡ്, അതായത് ആ റൂഫിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു എൻ്റെ സാൻഡൽസ്, എൻ്റെ ചെരുപ്പ് എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇന്ന് ഇത്രയും പഠിച്ചാൽ മതി ഗൈസ്. അപ്പോൾ ഇന്ന് വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടമാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ. ഇത്രയുള്ളൂ. ബൈ.